ചേതൻ, ഏറ്റവും മോശം ഇടപെടലാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വന്നത്. ഇല്ലാത്ത ചിത്രമുണ്ടാക്കി പ്രചരിപ്പിച്ചു. മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംസാരിക്കുന്ന തരത്തിൽ ഇപ്പോൾ ആ ചിത്രം പ്രചരിപ്പിച്ച പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവായ സുബ്രഹ്മണ്യത്തിന്റെ വീട്ടിൽ പോലീസിന്റെ പരിശോധന നടക്കുകയാണോ? തീർച്ചയായും ഇപ്പോൾ കോൺഗ്രസിൻ്റെ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമായ N സുബ്രഹ്മണ്യത്തിൻ്റെ വീട്ടിൽ ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുകയാണ്. ഈ ശബരിമല സ്വർണ്ണ കേസിലെ ഒന്നാം പ്രതിയായ ഈ പോറ്റിയുമായി ഒത്തുള്ള ഒരു വ്യാജ ഫോട്ടോ, മുഖ്യമന്ത്രിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വ്യാജ ഫോട്ടോ നിർമ്മിച്ച് പ്രചരിപ്പിച്ച, സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച് മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവായ N സുബ്രഹ്മണ്യത്തിൻ്റെ വീട്ടിൽ പോലീസിൻ്റെ പരിശോധന നടത്തുന്നത്. ചാത്തമംഗലത്തെ ചെത്തുകടവിലെ വീട്ടിൽ വെച്ചാണ് ഇത്തരത്തിൽ പോലീസ് പരിശോധന നടത്തുന്നത്. മുമ്പും ഈ കേസുമായി ബന്ധപ്പെട്ട് സുബ്രഹ്മണ്യത്തെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ നോട്ടീസ് നൽകിയിരുന്നു. ചേവായൂർ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. എന്നാൽ ഈ കേസിൽ ബന്ധപ്പെട്ട് ഈ സുബ്രഹ്മണ്യൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരായില്ല. ഇതിൻ്റെ തുടർ നടപടിയായാണ് ഈ സുബ്രഹ്മണ്യത്തിൻ്റെ ചെത്തുകടവിലെ വീട്ടിൽ ഇപ്പോൾ ചേവായൂർ പോലീസ് പരിശോധന നടത്തുന്നത്. ഒരു പക്ഷേ ഇന്ന് ഈ പരിശോധന പൂർത്തിയാവുന്നതോടെ ഈ സുബ്രഹ്മണ്യത്തെ കസ്റ്റഡിയിൽ എടുക്കാനും സാധ്യതയുണ്ട്. എവിടെ വെച്ച് ഈ ചിത്രം നിർമ്മിച്ചു, ഈ വ്യാജ ചിത്രം പ്രചരിപ്പിക്കാൻ ആരൊക്കെ ഗൂഢാലോചന നടത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചേവായൂർ പോലീസ് പ്രധാനമായും പരിശോധിക്കുക. ഈ വീട്ടിലെ പരിശോധനയ്ക്ക് ശേഷം ഒരു പക്ഷേ N സുബ്രഹ്മണ്യത്തെ കസ്റ്റഡിയിൽ എടുക്കാനും സാധ്യതയുണ്ട്. മനു, അല്ല, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചേതൻ, ഇത് ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ ഒരു സൈബർ അണിയല്ല ഈ തെമ്മാടിത്തരം കാണിച്ചത്. ഈ ഇല്ലാത്ത ചിത്രം ഉണ്ടാക്കി പ്രചരിപ്പിച്ചത് ഉത്തരവാദിത്വമുള്ള മുതിർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവാണ്. ചെയ്യാൻ കൊള്ളാവുന്ന ഒരു പരിപാടിയല്ലല്ലോ സുബ്രഹ്മണ്യൻ കാണിച്ചത്, ഇല്ലാത്ത ചിത്രം ഉണ്ടാക്കി പ്രചരിപ്പിക്കുക എന്നത്. അപ്പോൾ അതിന്റെ നിയമ നടപടി, അതിന്റെ നിയമഫലങ്ങൾ ആ രീതിയിൽ തന്നെ അനുഭവിക്കേണ്ടി വരില്ല. അതല്ല ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയമായി എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് ഈ വിഷയത്തെ, ചേതൻ? തീർച്ചയായും അടുത്ത ഒരു വലിയൊരു സംഭവമാണ് ഇത്. കാരണം മുഖ്യമന്ത്രിയെ ബോധപൂർവം ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി എന്തും ചെയ്യാം. അതായത് നിയമസഭ ഇലക്ഷൻ അടുക്കാൻ പോവുകയാണ്. സ്വാഭാവികമായും വ്യാജ ചിത്രമെങ്കിൽ അത് ഉപയോഗിച്ച് സർക്കാരിനെ വേട്ടയാടുക. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ ഒരു വ്യാജ ഫോട്ടോ കോൺഗ്രസ്, അത് മനു സൂചിപ്പിച്ച പോലെ തന്നെ സാധാരണ അണിയല്ല, ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ KPCCൻ്റെ ഭാരവാഹി തന്നെയാണ് ഇത്തരത്തിൽ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ട് പ്രചരിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പക്ഷേ ഈ സുബ്രഹ്മണ്യത്തെ പരസ്യമായി പിന്തുണക്കാൻ ആരും മുന്നോട്ട് വന്നില്ല എന്ന കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. എന്നാൽ ആരൊക്കെ ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ഇടണമെങ്കിൽ അത് കൃത്യമായി മേൽത്തട്ടിൽ നിന്നുള്ള നിർദ്ദേശമില്ലാതെ KPCCൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയായ സുബ്രഹ്മണ്യൻ ഇങ്ങനെ ചെയ്യില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതിനെ കണ്ടെത്തണം. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ കേസിൽ ചില ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. ബോധപൂർവം സർക്കാരിനെയും മുഖ്യമന്ത്രിയും ടാർഗറ്റ് ചെയ്യുക, ഈ ശബരിമല കേസിൽ മുഖ്യമന്ത്രിയിലേക്ക് കൊണ്ടുപോവുക എന്ന രീതിയിൽ കോൺഗ്രസിൽ ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അതാണ് ചേവായൂർ പോലീസ് പ്രധാനമായും ചേതൻ, ആ ദൃശ്യങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇതാണ് അവർ പ്രചരിപ്പിച്ച വ്യാജ ചിത്രം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി ഇതാ അയാളുടെ ചെവിയിൽ എന്തോ പറയുന്നത് പോലുള്ള ഒരു വ്യാജ ചിത്രം ഉണ്ടാക്കി പ്രചരിപ്പിക്കുകയായിരുന്നു. ഇതിലെ ആ ദൃശ്യങ്ങൾ നമ്മൾ കാണിച്ചതാണ്. ഒരിടത്ത് പോലും അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് N സുബ്രഹ്മണ്യൻ, പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഇത്രമേൽ അഗാധമായ ബന്ധമുണ്ടാകാൻ എന്തായിരിക്കും കാരണം എന്ന കള്ള ചിത്രം പ്രചരിപ്പിച്ച് പറഞ്ഞത്? അപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു ചിത്രം പ്രചരിപ്പിക്കാൻ താങ്കൾക്ക് തോന്നലുണ്ടാകാൻ കാരണം എന്താണ്? അത് പോലീസിനോട് പറയേണ്ടി വരും. ഏതായാലും നിയമ നടപടി അനുഭവിച്ചേ മതിയാകൂ എന്നത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്.